ഇവന്റെ പേരാണ് ആൽബി. ഇവന്റെ ശരിക്കും പേരെന്ന് പറഞ്ഞാൽ അൻസാരിയാണ്. നമ്മുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനകത്ത് മൊബൈൽ ഷോപ്പ് ഇട്ടുകൊണ്ടിരിക്കുന്ന കൃമി എന്ന് തന്നെ പറയണം. ഇവന് ഇടയ്ക്കൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഗണേഷ് കുമാർ കണ്ട് ജയിച്ചു കഴിഞ്ഞാലോ തോറ്റു കഴിഞ്ഞാലോ കണ്ട് ഇവരെ മീശ വടിച്ചിട്ട് ഇവൻ ജമ്പർ വിട്ട് തിക്കർ വിട്ട് തുള്ളിച്ചാടി നടക്കുന്നത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനകത്തൂടെ. എന്തുകൊണ്ടാണ് നീ ഇവനെ തുള്ളാത്തതും ജമ്പർ ഇട്ടോണ്ട് നടക്കാത്തത്? എന്താ നിനക്കെന്താ ജമ്പർ കിട്ടിയില്ല? അല്ലെങ്കിൽ ഞാൻ മേടിച്ചു തരാൻ ജമ്പർ, അല്ല അവിടുത്തെ നമ്മുടെ പിള്ളേരോട് പറഞ്ഞു വിടാൻ 2 ജമ്പർ മേടിച്ചു തരാനാ. പിന്നെ പറഞ്ഞ ക്ഷേമനിധിയുടെ കാര്യം, നീ എന്ത് അർഹതയാണ് നിനക്ക് ക്ഷേമനിധിയുടെ കാര്യം പറയാനാ? ഈ പറയുന്ന കോൺഗ്രസ് സർക്കാർ തന്നെയാണ് ക്ഷേമനിധിയൊക്കെ കൊണ്ടുവന്നതും പാവപ്പെട്ടവർക്ക് കൊടുത്തു തുടങ്ങിയത്. പിന്നെ വോട്ടിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് നിന്റെയൊക്കെ അണ്ണന്മാർ ക്ഷേമനിധി പെൻഷനൊക്കെ കൂട്ടാൻ തുടങ്ങിയത്. അതൊക്കെ വോട്ടിന്റെ പേരും പറഞ്ഞുകൊണ്ട്, അല്ലെ വോട്ട് പിടിക്കാൻ വേണ്ടി തന്നെ. പിന്നെ ഉള്ളത് ഭരണത്തിന്റെ കാര്യം. ഭരണമൊക്കെ അവർക്കറിയാം, നല്ല രീതിയിൽ ഭരിക്കാനും അവർക്ക് കൊണ്ടു നടക്കാനും അറിയാം. പക്ഷെ നിന്റെ അണ്ണൻ എന്താണ് കേരള ജനതയോട് കാണിച്ചു വെച്ചേക്കുന്നത്? കാരണം അദ്ദേഹം ഒരു MLA അല്ലായിരുന്നു, മന്ത്രിയായിട്ട് നിന്നിട്ട് കേരളത്തിലെ 14 ജില്ലയെ കൂടെ തകർത്തേത്. പ്രൈവറ്റ് ബസ്സുകാരെ തകർത്ത്, ടൂറിസ്റ്റ് ബസ്സുകാരെ തകർത്ത്, പ്രൈവറ്റ് സ്കൂളുകാരെ തകർത്ത്, സാധാരണപ്പെട്ട എല്ലാ ജനങ്ങളെയും തകർത്ത് ഉടായ്പ കൊണ്ടുവന്ന് ഇവന്റെ മച്ചമ്പിയുടെ ഏതോ ഒരു പാർട്ണർഷിപ്പിൽ ഒരു MRD കൂട്ടിച്ചേർന്നിട്ട് മറ്റൊരു വികസനം, മറ്റൊന്നുമല്ല, ഒരു ചെറിയ കുട്ടി തന്നെ ഇരുചക്ര വാഹനത്തിൽ കയറി കഴിഞ്ഞാൽ ഹെൽമെറ്റ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര വലിയ പ്രഹസനം കാണിച്ച അണ്ണന ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ഇറക്കി. ഇലക്ട്രിക് സ്കൂട്ടർ ഇറക്കുക മാത്രമല്ല, അത് പിന്നെ മാനത്തൂടെ പറഞ്ഞാൽ പോകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ലൈസൻസ് വേണ്ട, നമ്പർ പ്ലേറ്റ് വേണ്ട, മറ്റൊന്നും വേണ്ട. 3 പേർക്കും കയറാം, 4 പേർക്കും കയറാം. ഇതൊക്കെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് അറിയാവോ? ഇതൊക്കെയാണ് നിന്റെ അണ്ണൻ ഇത്രയും നാൾ കാണിച്ചുകൊണ്ടിരുന്ന തെമ്മാടിത്തരം, അല്ലെങ്കിൽ ബൂർഷായിത്തം, അല്ലെങ്കിൽ രാജഭരണം എന്ന് തന്നെ പറയണം.